കഴിഞ്ഞ ദിവസം കുട്ടിക്കാനത്തിന് സമീപം ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ ഫോക്സ് വാഗൺ വെന്റോ കാർ അഗ്നിക്കിരയായ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് വാഹനപ്രേമികൾ കണ്ടത്. സുരക്ഷയ്ക്കും കരുത്തിനും പേരുകേട്ട ഫോക്സ് വാഗൺ കമ്പനിയുടെ വാഹനങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ കത്തിയമരുന്ന കാഴ്ചകൾ അപൂർവമാണ്. എന്നാൽ ഇടുക്കിയിലെ മലയോര മേഖലകളിൽ റെനോ ഡസ്റ്റർ, മഹീന്ദ്ര വെരിറ്റോ തുടങ്ങിയ വാഹനങ്ങൾക്കും സമാനമായ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാകുന്നത് ഗൗരവകരമായ ചില സൂചനകളാണ് നൽകുന്നത്. ശബരിമല യാത്ര പോലെയുള്ള ദീർഘദൂര യാത്രകളിൽ തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കുട്ടിക്കാനം പോലെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എഞ്ചിന് അമിതമായ ജോലിഭാരം അനുഭവപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എഞ്ചിൻ ഭാഗത്തെ താപനില ക്രമാതീതമായി ഉയരുകയും ഓവർഹീറ്റിംഗ് അത് വയറിങ്ങുകളെ ഉരുക്കി ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രീമിയം സെഡാനുകളിൽ പോലും ഇന്ധന ചോർച്ചയോ വയറിങ്ങിലെ തകരാറോ ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ തീപടരാൻ ഇത് കാരണമാകുന്നു. ഈ അപകടങ്ങളിൽ പലപ്പോഴും വില്ലനാകുന്നത് എഞ്ചിന്റെ താപനില നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിലെ പാളിച്ചകളാണ്. ദീർഘദൂര യാത്രകളിൽ എഞ്ചിൻ ഓയിൽ, കൂളന്റ് എന്നിവയുടെ അളവ് കൃത്യമല്ലെങ്കിൽ കുത്തനെയുള്ള കയറ്റങ്ങളിൽ എഞ്ചിൻ പെട്ടെന്ന് ചൂടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃതമായ അധിക വയറിങ്ങുകളും എക്സ്ട്രാ ലൈറ്റ്സ്, മ്യൂസിക് സിസ്റ്റംസ്, ഗുണനിലവാരമില്ലാത്ത ഇലക്ട്രിക്കൽ ജോലികളും ഇത്തരം സാഹചര്യങ്ങളിൽ ഷോർട്ട് സർക്യൂട്ടിന് വഴിയൊരുക്കുന്നു. മലയോര പാതകളിലെ തുടർച്ചയായ ക്ലച്ച് ഉപയോഗവും ഉയർന്ന RPMലെ RPM ഡ്രൈവിംഗും എഞ്ചിന്റെ താപനില വർദ്ധിപ്പിക്കുമ്പോൾ കൃത്യമായ വെന്റിലേഷൻ ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ അപകടത്തിന്റെ ആക്കം കൂടുന്നു. ദീർഘദൂര യാത്രകൾക്ക് ശേഷം മല കയറുന്നതിന് മുൻപ് വാഹനത്തിന് മതിയായ വിശ്രമം നൽകേണ്ടതിന്റെയും കൃത്യമായ ഇടവേളകളിൽ സർവീസ് നടത്തേണ്ടതിന്റെയും പ്രാധാന്യമാണ് ഇത്തരം ഓരോ അപകടങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.